ഹലോ, അമ്മാമ്മയും കുഞ്ഞൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പിലോപ്പി കറിയാണ്. അത് നമ്മൾ വറുക്കാനൊക്കെ പുരട്ടി വെച്ചിട്ട് ചെയ്യണ പോലെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. 1/2 കിലോ പിലോപ്പിയാണ്. പിലോപ്പി 1/2 കിലോ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചാണ്. തക്കാളി ഉണ്ട്, സവാള ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്, 2 സവാള, ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചേക്കാണ്, വേപ്പില, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വിനാഗിരി, കുറച്ച് വെള്ളം, ഉപ്പ്, പാകത്തിന് ഉപ്പുണ്ട്. അപ്പം നമുക്ക് ഇത് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. നമ്മൾ വറുക്കാനൊക്കെ പുരട്ടി വെക്കണ പോലെ ഒന്ന് വരഞ്ഞ് വെച്ചേക്കണേ. കുറച്ചിട്ടാൽ മതി. കാശ്മീരി ചില്ലിയാണ് ഇത്, എരിവില്ലാത്ത ഉണ്ട്, കുഴപ്പമില്ല. ഇത്തിരി ഉപ്പിടാം, ഇത്തിരി വിനാഗിരി ഒഴിക്കാം. നമ്മൾ പുളിയൊന്നും ചേർക്കണില്ല, കുടംപുളി തക്കാളിയുടെ ഇത് മാത്രമേ ഉള്ളൂ. നമുക്കിതൊന്ന് നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ നിങ്ങൾ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കണം ചേർത്ത് ഒന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് വേപ്പിലയും കൂടി ചേർക്കാം കേട്ടോ. നമുക്ക് ഗ്യാസ് കത്തിക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഈ സവാള ഇടാം. സവാള ഒന്ന് എടുത്തിട്ട് നമുക്കൊന്ന് വാട്ടിയിട്ട് വരാം. ഇപ്പൊ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ കൂടിയിട്ട് നല്ലോണം ഒന്ന് വഴണ്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തേക്ക് ഞാൻ എടുത്ത് വെച്ചേക്കണം മഞ്ഞപ്പൊടി മുളക് പൊടി ചേർക്കണേന്. 1.5 സ്പൂൺ മുളക് പൊടിയാണ്, 1/2 സ്പൂൺ മഞ്ഞപ്പൊടി. ഇതൊന്ന് മൂത്ത് വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഈ തക്കാളി ചേർക്കാം. മൂന്ന് തക്കാളിയാണ് ഇത്. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കാം. ഞാൻ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല കട്ടിയായിട്ട് നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് ഇതിൽ നിന്ന് നമുക്കൊന്ന് കോരി ഒരു പാത്രത്തിലേക്ക് വെക്കാം. ഇത്ര ഇതിനകത്ത് ഉണ്ട്. അത് കാണാൻ പറ്റുന്നുണ്ടാ? ഞാൻ ഇതിന്റെ മുകളിലേക്ക് ഞാൻ ഈ മീനൊക്കെ പെറക്കി വെക്കാൻ പോണേ കേട്ടോ. ഇതിന്റെ മുകളിലേക്ക് ഞാൻ ബാക്കിയുള്ള അരപ്പും കൂടി എടുത്ത് മാറ്റി വെച്ചേക്കണം. ഇത് കൂടി ഇടണേ കേട്ടോ. ബാക്കിയുള്ള പിലോപ്പിയും ഇതിന്റെ മുകളിലേക്ക് ഇനി ഇതേപോലെ നിരത്തി വെക്കണം. ഇത് നമുക്ക് അതേപോലെ തന്നെ ചെയ്യാം. ഇതിന്റെ മീതയിലൊക്കെ കിടന്നിട്ട് നല്ല അരപ്പൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. അപ്പൊ ഞാനിപ്പോ ഈ മീൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടോ. അപ്പൊ നമുക്ക് ഈ മീനൊന്നേ മറിച്ചിടാട്ടാ. മുകളിൽ ഇനിയിപ്പോ അരപ്പൊക്കെ ഒന്ന് പിടിക്കണമല്ലോ. ഇപ്പൊ ഞാൻ ഈ മീനൊക്കെ എല്ലാം മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഞാനിത് ചുറ്റിച്ചു വെക്കാം. അധികം ചാറൊന്നുമില്ല, പാകത്തിന് ചാറുള്ള ആ എടുത്തു വെച്ച വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചോളൂ. ഒന്ന് ഉപ്പ് നോക്കട്ടെ കേട്ടോ. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തതാണല്ലോ മറ്റേ പെരട്ടാനായിട്ട്. കുറച്ചും കൂടി ഉപ്പ് വേണ്ടി വരും. നിങ്ങൾ ഇത് വെച്ച് നോക്കണം കേട്ടോ. നല്ല കറിയാണ് കേട്ടോ. നമുക്കൊന്നൊരു 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനൊന്ന് തുറന്നു നോക്കട്ടെ കേട്ടോ. ഇനി നമ്മൾ എടുത്തു വെച്ചേക്കണ വേപ്പിലയും ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഒഴിക്കാം. ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.